ഞാനിന്ന് എൻ്റെ ഒരു വിഷയമായിട്ടാണ് എടുത്തു വരുന്നത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മളൊരു ടീച്ചേഴ്സ് സർക്കിളിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ, സ്റ്റാഫ് റൂമിലാവട്ടെ അതല്ലെങ്കിൽ പുറത്ത് മറ്റു പല വിദ്യാലയങ്ങളിലെയും അധ്യാപകർക്കായിട്ട് ചർച്ച ചെയ്യുമ്പോൾ, ടീച്ചിങ് ഇന്നൊരു മടുത്ത അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ ഒരു മടി കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അധ്യാപകർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. സ്വാഭാവികമായിട്ട് ചോദ്യം അല്ലാതെ ഒരു യാഥാർത്ഥ്യമായിട്ട് തോന്നും. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമുക്ക് തന്നെ ചില ഇഷ്യൂസൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് നീ ഈ ഫീൽഡിൽ എന്ന് തോന്നാറുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ടീച്ചിങ് പ്രൊഫഷൻ ഒഴിവാക്കി മറ്റു മേഖലയിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ഇപ്പോൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളുണ്ട് ഇതിൽ. അതിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു കലാലയത്തിൽ പോകുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ, കുട്ടികളുടെ, സമൂഹത്തിൻ്റെ, രക്ഷിതാക്കളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഐ തിങ്ക്. തീർച്ചയായും. ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനായതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് ആ ഒരു വേവ് ലെങ്ത്തിൽ ഉൾക്കൊള്ളാനും എനിക്ക് പറ്റും. ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകർക്ക് അധ്യാപനത്തോട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിനോട്, അല്ലെങ്കിൽ കോളേജ് അധ്യാപകരാണെങ്കിൽ അവർ ഒരു ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ടല്ല നിന്ന് ആ ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള അധ്യാപകർ മിസ്സായിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ഇപ്പോൾ റിട്ടയർമെൻറ്റിനോട് അടുത്ത സന്ദർഭങ്ങളിൽ എനിക്കും ആ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ കുറ്റം പറയില്ല. കാരണം മുമ്പൊക്കെ നമ്മൾ കുട്ടികളെ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ, കാരണം റിസൾട്ട് അവിടെ ഉണ്ടായിരുന്നു. അധ്യാപകരോട് കുട്ടികൾ ഏറ്റവും നല്ല ഒരു സമീപനവും ഒരു നല്ല ബന്ധവും സ്വീകരിച്ചിരുന്നു. ഇടക്കാലത്ത് ഈ അടുത്തായിട്ട് സംഭവിച്ചതൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ മാറ്റം അവിടെ സംഭവിച്ചിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പറയുന്നത് കുട്ടികളുടെ ഈ സാഹചര്യത്തിൽ അവരെ പഠിപ്പിക്കാനും അവരെ പാരൻ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ജോലി അന്വേഷിച്ച് പോവുകയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കുട്ടികളല്ല യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നക്കാർ. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഉദാഹരണം പറയാം. നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടിട്ട് ഒരു കല്യാണത്തിലാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല അടിപൊളി ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്, നല്ല ഷൂ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കല്യാണ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ പുല്ലില്ലേ, നല്ല പുല്ലുള്ള, അതായത് നമ്മളെ വസ്ത്രത്തിലേക്ക് തുളച്ച് കയറുന്ന പുല്ലുള്ള സ്ഥലത്ത് കൂടി പോയാൽ നമ്മളെ പാൻറ്റിലൊക്കെ ഉണ്ടാവും, ആ പുല്ല് കയറും അല്ലേ. അതുപോലെ അതിൻ്റെ ഇടയിൽ ഒരു ചളിക്കുണ്ട് ഉള്ളിടത്ത് നമ്മൾ തെന്നി വീണുണ്ടെങ്കിൽ ആ ചെളി നമ്മളെ ഷൂമലാവും അല്ലെങ്കിൽ ഡ്രസ്സിലാവും. അതുപോലെ നല്ല പുകപടലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടി പോവുകയാണെങ്കിൽ അതിൻ്റെ കറുപ്പൊക്കെ അതും സ്വാഭാവികമല്ലേ. ഈ ഒരു ഉദാഹരണം ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയിട്ടില്ലേ. അതായത് കുട്ടികൾ കാണുന്നത്, കുട്ടികൾ കേൾക്കുന്നത്, കുട്ടികൾ അനുഭവിക്കുന്നത്, അതാണല്ലോ അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുക. പണ്ട് കാലത്ത്, ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കുകയാണ്, കാഞ്ഞിരക്കുരു എന്ന് പറഞ്ഞൊരു കുരുണ്ട്. എൻ്റെ വീടിൻ്റെ മരത്ത് റോഡാണ്. ആ റോഡിൽ ഒരു വലിയ കാഞ്ഞിര മരം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയ ഞങ്ങളെ പണി എന്താണെന്ന് വെച്ചാൽ, ഇത് എത്ര വർഷം മുമ്പ് ഞങ്ങൾ ആലോചിക്കണം, ഒരു 48-45 വർഷം മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കാഞ്ഞിരത്തിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന കാഞ്ഞിരക്കുരു നമ്മൾ പുഴയെ കൊണ്ടുപോയിട്ട് കഴുകുന്നത് എന്തിനാണ്? ഉണക്കാനാണ്. ഉണക്കിയിട്ട് അത് കൊണ്ടുപോയി വിൽക്കും. ആ കാഞ്ഞിരക്കുരു വിറ്റുണ്ടെങ്കിൽ പൈസ കിട്ടും അല്ലേ. നമ്മളെ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പുഴയാണ് നേരെ അടുത്തുള്ളത്. മീൻ പിടിക്കാൻ വേണ്ടി തിരയിടാൻ പോവും, ചൂണ്ടലിടാൻ പോവും. ഒരുപാട് നേരം പുഴയിലായിരിക്കും. ചട്ടിയേറ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്, ബോള്. ഞങ്ങളും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള എൻ്റെ സമപ്രായത്തിലുള്ളവരൊക്കെ അത് കളിക്കും. ആ ഗോട്ടി അടിച്ചിട്ട് കളിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് ബാല്യകാലത്ത് നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഉള്ളത്? അപ്പോൾ കുട്ടികളുടെ ജീവിതം മുഴുക്കെ ഈ കാണുന്ന മൊബൈലിലേക്ക്, അല്ലെങ്കിൽ ടാബ്ലറ്റിലേക്ക്, ലാപ്ടോപ്പിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർ കാണുന്ന ലോകം എന്ന് പറയുന്നത് ആ ലാപ്പിലുള്ള ലോകമാണ്, അല്ലെങ്കിൽ മൊബൈലിലുള്ള ലോകമാണ്. ഇതാണ് അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകളാണ് അവർ ജീവിതത്തിൽ പകർത്തുന്നത്. ഇപ്പോൾ വായന മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പം വായനയുടെ ആ ഒരു ശതമാനം കുറഞ്ഞിട്ടുണ്ട് എല്ലാവരുടേതും, നമ്മുടേത് മാത്രമല്ല. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളത് വാങ്ങുന്നു. അപ്പം ഇന്നത്തെ കുട്ടികൾ വായിക്കുന്നുണ്ടോ? അവരുടെ വായന മുഴുവൻ എവിടെയാണ്? വിഷ്വൽ മീഡിയയാണ് അവർ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം കുട്ടികളിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ, അവരുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്ന 40 മിനിറ്റാണ്. ഈ 40 മിനിറ്റുള്ള നമ്മുടെ വീഡിയോ എത്ര പേര് കാണുന്നുണ്ട്? അപ്പോൾ ഞാൻ 2 മിനിറ്റുള്ള ഷോർട്സ് എന്നും വീഡിയോ ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം അതൊരു 3 മിനിറ്റ് ആയപ്പോൾ ആളുകളത് കാണാൻ വൈമനസ്യം കാണിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കാലം മാറിയിട്ടുണ്ട്. ആ മാറിയതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അധ്യാപകരിൽ ഉണ്ടാവേണ്ടതുണ്ട്. അധ്യാപകരിൽ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ റിട്ടയർഡ് അധ്യാപകനായിട്ട് തന്നെ ഇത് പറയുന്നത്. നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും റിസ്ക് പിടിച്ച പണി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരു അധ്യാപകനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനർ വരുമ്പോൾ
മൂപ്പരിപ്പോൾ എന്താ പഠിപ്പിക്കുന്നത് നമുക്കറിയാം എന്ന ഭാവത്തിൽ തന്നെയാണ് അധ്യാപകർ ഉണ്ടാവുക. കാരണം നമ്മളാരും പഠിപ്പിക്കേണ്ടതില്ല, കാരണം നമ്മളൊക്കെ തികഞ്ഞവരാണ്. അപ്പോൾ ഈ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മൾ ഉൾക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെൻറ്റർ എന്നുള്ള ഒരു പോസ്റ്റിലേക്കാണ് ഒരു അധ്യാപകൻ്റെ ഷിഫ്റ്റ്. പണ്ട് നമ്മൾ നോട്ട്സൊക്കെ കൊടുത്തിരുന്ന, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അലിഗറിൽ പഠിക്കുന്ന സമയത്ത് ഒരു സാറുണ്ടായിരുന്നു. അയാൾ ഒരു ബാഗിൽ എന്നും നോട്ട് വെച്ചാൽ വരിക. അതെന്നോ കൊടുത്ത നോട്ടാ, കാലങ്ങളായി കൊടുക്കുന്ന നോട്ടാ, അതാണ് അദ്ദേഹം എടുത്ത് കൊടുക്കുക. ഇന്ന് അങ്ങനെയുള്ള നോട്ട് വെച്ച് കുട്ടികളെടുത്ത് പോയാൽ എന്താ കാണിക്കുക? അപ്പോൾ നമ്മൾ മാറേണ്ട സമയം അതിക്രമിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ അധ്യാപകൻ അറിഞ്ഞേ പറ്റൂ. കാരണം വിഷലിപ്തമായ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് വിഷ്വൽ മീഡിയയിൽ നിന്ന് അവർ ചികഞ്ഞ് ഒപ്പിയെടുത്ത് അവരുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്നുണ്ട്. ഇല്ല സർ? അപ്പോൾ ഒന്നും ഞാൻ പറയണ്ടല്ലോ. ഗെയിം എഡിക്ഷനിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ ആ ഗെയിം എഡിക്ഷൻ അവരുടെ മാനസികാവസ്ഥയെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇനി പോൺ എഡിക്ഷനിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ ആ പോൺസ് അവരുടെ മാനസിക നിലയെ മാറ്റിയിട്ടുണ്ട്. വയലൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവീസ് കാണുന്ന കുട്ടികളുണ്ട്. അവരുടെ മനസ്സ് ഭീതിയിലാണ്. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെയാണ് അധ്യാപകൻ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കറി പറ്റുന്ന ടീമിന് പച്ചക്കറി വിളമ്പുക, ചിക്കൻ പറ്റുന്നവർക്ക് ചിക്കൻ വിളമ്പുക. ഓരോരുത്തർക്കും പറ്റിയാൽ അവർ തിന്നുള്ളൂ. അപ്പം നമ്മളെല്ലാവർക്കും ഒരേ പ്ലേറ്റിലാണ് വിളമ്പുന്നത്, ഒരേ വിഭവമാണ് വിളമ്പുന്നത്. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കണ്ടൻസ്, നമ്മുടെ പ്രസൻറ്റേഷന് മാറാത്ത കാലത്തോളം ഈ കുട്ടികൾ നമ്മളെ റിസീവ് ചെയ്യൂല. അതാണ് ഒരു തന്തവൈബ് എന്ന് പറയുന്നത്. നമ്മൾ കേൾക്കുന്ന വാക്കുകൾ അതൊക്കെ അവർക്ക് ഒരുപാട് പുതിയ ടേംസ് ഓരോ ദിവസവും പുതുതായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ ചില ടേംസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ തത്വത്തിൽ നമ്മൾ വിഷലിപ്തമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ അധ്യാപകരായ നമ്മൾ, ഇൻക്ലൂഡിങ് മീ, മനസ്സിലാക്കിയേ പറ്റൂ. അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മാറ്റങ്ങൾ ലോകത്ത് എല്ലാ കാലത്തും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ഫോണുകളല്ല നമ്മുടെ ആരുടെ കയ്യിൽ ഇന്നുള്ളത്. 10 വർഷം മുമ്പുണ്ടായിരുന്ന അതേ ഒരു ഭക്ഷണ സിസ്റ്റമല്ല നമ്മളാരും ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന യാത്രാ സൗകര്യങ്ങളോ യാത്രാ സംവിധാനങ്ങളോ അല്ല ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന അതേ കാഴ്ചകളോ അതേ ഷോപ്പുകളോ അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. മാറാത്ത വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ആ ബെഞ്ചും ഡെസ്കുകളും തന്നെയാണുള്ളത്. ചെറിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എത്രത്തോളം സമൂഹവും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾക്കൊണ്ടു എന്നുള്ളൊരു ചോദ്യമാണ്. ഏതായിരുന്നാലും സ്ട്രാറ്റജികൾ മാറുമ്പോഴേ റിസൾട്ടുകൾ ഉണ്ടാവും. ഒരേ കാര്യം ചെയ്യുകയും വ്യത്യസ്തമായ റിസൾട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അട്ടർ ഫെയിലിയർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പുതിയ കുട്ടികളെ പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്ന് നമ്മൾ മടുത്തു എന്ന് പറഞ്ഞ് പിന്മാറുകയല്ല ഒരിക്കലും പരിഹാരം എന്നത്. അവിടെ പരിഹാരം അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ സഫർ ചെയ്യുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അത് കണ്ടെത്തിയിട്ട് അവിടെ ഒരു സൊല്യൂഷൻ കൊടുക്കുകയും അവരെ നല്ലൊരു മേഖലയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് വിജയിച്ച അധ്യാപകരായി മാറാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ.